ഹലോ എവ്രി വൺ, അഡ്വഞ്ചർ ജേണിയുടെ 14-ാം ദിവസം നമ്മുടെ യാത്ര പകുതി ദൂരം പിന്നിട്ടിരിക്കുന്നു. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഡേ ആണ്, സാറ്റർഡേ ആണ്. ഇന്ന് നമ്മൾ ഫാമിലി ഒരുമിച്ച് റിഫ്ലക്റ്റ് ചെയ്യേണ്ടുന്നത് 51-ാം സങ്കീർത്തനമാണ്. നമുക്കറിയാം അതൊരു അനുതാപ സങ്കീർത്തനമാണ്. ദാവീദ് ആ ഒരു സങ്കീർത്തനം രചിക്കാനുണ്ടായ ജീവിത സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ ഇന്നൊരു കൺഫെഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറുപ്പക്കാരൻ ഈശോയുമായിട്ട് വളരെ കമ്പനിയുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളി ഒരു അടിപൊളി വീടൊക്കെ വെച്ചു. പുള്ളി ഒരു ദിവസം ഈശോയെ ഇൻവൈറ്റ് ചെയ്തു, കർത്താവെ നീ വീട്ടിൽ വരണം, എൻ്റെ കൂടെ നീ 1-2 ദിവസം താമസിക്കണം. ഈശോ പറഞ്ഞു ഓക്കെ റൈറ്റ്, സന്തോഷം. അവിടെ ചെല്ലുന്നു. ഇയാൾ നല്ല ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ഈശോയായിട്ടൊന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുള്ളി ആ വീട്ടിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂമിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഈശോയെ ഈ വീടിൻ്റെ ഏറ്റവും മനോഹരമായ മുറി ഇതാണ്, നീ ഇവിടെ താമസിക്കണം, ഉറങ്ങണം. ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് ഇയാളും പോന്നു. ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ രാത്രി ഇങ്ങനെ ആരോ കഥകിൽ ഭയങ്കരമായിട്ട് മുട്ടുന്ന ഒച്ച കേട്ടു. ഇയാൾ ഓടിപ്പോയി തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ 2 ഡെവിൾസ് വന്നിരിക്കുക. അപ്പോൾ ഇയാൾ ഞെട്ടിപ്പോയി, ഈശോ ഉള്ള വീട്ടിലേക്ക് എങ്ങനെ ഈ ഡെവിൾ വരുന്നത്? അപ്പോൾ പുള്ളി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്ത് ഡെവിളിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗുസ്തി പിടിച്ച് കുറേ പരിശ്രമത്തിനൊടുവിൽ ഈ ഡെവിൾസിനെ പരാജയപ്പെടുത്തി ഡോറങ്ങ് അടച്ചു. അത് കഴിഞ്ഞിങ്ങനെ വന്ന് ക്ഷീണിച്ച് പുള്ളിയുടെ ഉറക്കമൊന്നും അത്ര സുഖമായില്ല, ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ആ ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ആയപ്പം പുള്ളിക്ക് ആകെ ഒരു ചമ്മൽ. ഈശോയോട് ഇത് പറയണോ? വേണ്ട, ഈശോയോട് പറയണ്ട. ആ ഡേയും കഴിഞ്ഞു. പിറ്റേന്ന് രാത്രി ആയപ്പോൾ ആൾ നേരത്തെ ഉറങ്ങി. കഴിഞ്ഞ ദിവസത്തെ ക്ഷീണമൊക്കെ ഉണ്ട്. നേരത്തെ ഉറങ്ങാൻ കിടന്നു. ഈശോയോട് ഇയാളൊന്നും പറയുന്നില്ല. പിറ്റേ ദിവസം ഇതേ കണക്കൊരു ഉറക്കം കഴിഞ്ഞപ്പോൾ ഡോറിൽ മുട്ടുന്നു. അത് കഴിഞ്ഞ ദിവസത്തെക്കാളും വലിയ ഒച്ചയാണ്. പുള്ളി വേഗം പോയി തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ 1 ഡസൻ ഡെവിൾസ് വന്ന് നിൽക്കണം. അപ്പോൾ പുള്ളി ഇത്രയും എണ്ണത്തിനെയും കൂടെ. പക്ഷെ പുള്ളി നല്ല മിടുക്കനായിട്ട് ഫൈറ്റ് ചെയ്ത് കുറേ സമയമെടുത്ത് പുള്ളി അങ്ങ് ടയേർഡായി അവരെല്ലാം പരാജയപ്പെടുത്തി ഡോർ അടച്ച് വന്ന് കിടന്നപ്പോൾ പുള്ളിക്ക് ഭയങ്കര സങ്കടമായി. എന്നാൽ ഈ കർത്താവ് എന്ത് സുഖമായിട്ട് ഇവിടെ കിടന്നുറങ്ങുന്നു, എൻ്റെ കാര്യത്തിന് വല്ല ശ്രദ്ധയുണ്ടോ? ഇവിടെ കൊണ്ടുവരുമ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ എല്ലാ കാര്യം നോക്കും, നാളെ രാവിലെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ചോദിച്ചു, കർത്താവെ നീ ഇത് വല്ലതും അറിയുന്നുണ്ട്? കർത്താവ് ചോദിച്ചു, എന്ത്? അല്ല, നീ ഇവിടെ ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടായല്ലോ, നീ എന്താ അനങ്ങിയില്ല, നീ ഇത് വല്ലതും അറിഞ്ഞോ? അപ്പോൾ കർത്താവ് അവൻ്റെ കണ്ണി നോക്കി ഇങ്ങനെ വെറുതെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നു. എന്താ ഈശോ നീ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്തോരം ബുദ്ധിമുട്ടിയെന്ന് നിനക്കറിയാവോ? അപ്പോൾ ഈശോ പറഞ്ഞു, നീ മനോഹരമായ വീടൊക്കെ ഉണ്ടാക്കി നീ എന്നെ ഒരു മുറി കൊണ്ടുപോയി അടച്ചിട്ട് പറഞ്ഞു, ഈശോ ഇതാണ് നിൻ്റെ മുറി, നീ ഇവിടെ ഇരുന്നാൽ മതി, ബാക്കിയുള്ളിടത്തേക്ക് വരാൻ നീ എനിക്ക് ഫ്രീഡം തന്നോ? നീ ഫ്രീഡം തരാതെ എങ്ങനെയാണ് എനിക്ക് നിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റുന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ ഇതേണക്കൾ കുറേ ഡോസ് ഉണ്ട് അല്ലേ? നമ്മുടെ എല്ലാ ഡോസിലേക്കും ഈശോയെ ഇൻവൈറ്റ് ചെയ്താലാണ് ഈശോ വരുന്നത്. കർത്താവ് നമുക്ക് ഫ്രീഡം തരുന്ന ഒരാളാണ്. നമ്മുടെ ഫ്രീഡത്തെ കർത്താവ് റെസ്പെക്റ്റ് ചെയ്യുന്നു. നമ്മൾ പറയാതെ നമ്മുടെ ജീവിതത്തിലേക്കൊന്നും ഇടിച്ചു കയറില്ല ഈശോ. അപ്പോൾ ഇന്നൊരു നല്ല കൺഫെഷൻ. ക്രിസ്മസിന് നമ്മൾ ഒരുങ്ങുന്ന സമയമാണ്. ഫാമിലി ഒരുമിച്ച് എല്ലാവരോടും പോയി ഒരു ബ്യൂട്ടിഫുൾ കൺഫെഷനൊക്കെ നടത്തുക. അതിന് കർത്താവ് നിങ്ങൾക്ക് ഗ്രേസ് തരട്ടെ. പോസ്റ്ററിൻ്റെ കാര്യം മറക്കണ്ട. സീ യു ടുമോറോ. ബൈ.